ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ ഇവിടെ ഷോപ്പിൽ വന്നു കേട്ടോ രാവിലെ. നോക്കിക്കോളൂ, നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ബാഗും കൂടെ കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാട്ട്സ് ഇൻ മൈ ബാഗ് ഒരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഞാൻ ആകെപ്പാടെ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് എടുത്തിട്ടുള്ളൂ. അത് എനിക്കൊരു ടെഡി ബ്ലേക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സ്പോൺസർ ചെയ്തിട്ട് ആ ബാഗ് വെച്ചിട്ടാണ് ഞാൻ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ ഞാൻ വേറെ വീഡിയോസ് ഒന്നും വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ഒരു ബാഗ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞാൽ ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നതല്ലേ. ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയതാണ് അങ്ങനെ എടുക്കാമെന്ന്. അപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒന്നും ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ടില്ല. എല്ലാം ഞാൻ എങ്ങനെയാണോ ഇത് കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര റോ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഏതായാലും നമുക്ക് എന്റെ ബാഗിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇപ്പോ ഈയിടെയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത് മിറാജിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ബാഗാണ്. ഒരു ഹോബോ ബാഗാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ടോട്ട് ബാഗ് ഒക്കെ കൊണ്ടു നടക്കുന്ന പോലെ അത്രയും വലുതല്ലെങ്കിലും പക്ഷെ അത്യാവശ്യത്തിലധികം സ്പേസ് ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ എന്റെ ഫോൺ. ഇത് ഞാൻ സാധാരണ ബാഗിന്റെ അകത്ത് ഫോൺ ഇങ്ങനെ എപ്പോഴും ഇടാറില്ല. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കില്ല. അതുകൊണ്ട് ഫോൺ പെട്ടെന്ന് അകത്ത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ ഫോൺ ഉണ്ട് അകത്ത്. ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. അപ്പൊ ഓരോന്നായിട്ട് എടുക്കാം. കുറച്ചധികം ഉണ്ട്. ഇതൊരു പേപ്പറാണ്. ഇത് എന്തിന്റെയോ പ്രിന്റ് ഔട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു പേപ്പർ. എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റോ ഏതാണ്ടോ ആണ്. ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. ഒരു നോട്ട് പാഡ് ഉണ്ട്. എന്റെ പകുതിയൊക്കെ കയറിയിരിക്കുകയാണ്. നോട്ട് പാഡ്. പിന്നെ വീണ്ടും ഒരു പ്രിന്റ് ഔട്ട് അല്ല, ഇതിന്റെ ഞാൻ ഒരു നോവസ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ പോയപ്പോ എടുത്ത റെസിപ്റ്റ് ആണ്. ഡെർമറ്റോളജി കാണിക്കാൻ പോയപ്പോ. കാരണം എനിക്ക് ഇപ്പോ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ് വരുന്നുണ്ട് സ്കിന്നില്, ഫേസിന്റെ ഇത്രയും ഭാഗത്ത്. അതൊരു ഹോർമോണൽ ബ്രേക്ക് ഔട്ട് ആണ്. അപ്പോ അത് കാരണം ഞാൻ ക്ലിനിക്കിൽ പോയതിന്റെ ഒരു റെസിപ്റ്റ് ആണ്. പിന്നെ എന്റെ ചെക്ക് ബുക്ക് ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ചെക്ക് ബുക്ക് ഉണ്ട്. പിന്നെ വീണ്ടും കുറെ പേപ്പേഴ്സ്. ഇതെല്ലാം പേപ്പേഴ്സ് എല്ലാം നമുക്ക് അധികം ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് പേപ്പേഴ്സിനെല്ലാം മാറ്റി വെക്കാം. പിന്നെ എന്റെ കാർഡുണ്ട്. എന്റെ ലേബൽ അനുരാധ നായരുടെ കാർഡ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതെല്ലാം ബിൽസ് ആണ് കേട്ടോ. ഞാൻ പലയിടത്തുനിന്നും പോയി സാധനങ്ങൾ മേടിക്കുന്നതിന്റെ ബില്ലാണ്. ഇതിപ്പോ എവിടത്തെയാണോ 340 രൂപ. പന്തൽ കഫേയുടെ ബില്ലാണ്. ഓക്കെ, പന്തലിന്റെ ബില്ലാണ്. ഇതൊരു 340 രൂപയുടെ ബില്ല്. ഇതെല്ലാം ഫേഡ് ആയിപ്പോയി. ആക്ച്വലി പറഞ്ഞല്ലോ, ഞാൻ ബാഗ് ക്ലീൻ ചെയ്തിട്ടാണ് സാധാരണ ഇതൊക്കെ കാണിക്കേണ്ടത്. പക്ഷെ ഞാൻ ബാഗ് ഒന്നും വൃത്തിയാക്കാതെയാണ് കാണിക്കുന്നത്. ഇതും ഒരു 651 രൂപയുടെ ഒരു ലുലു മോളിൽ പോയപ്പോ എന്തോന്നോ മേടിച്ചതിന്റെ ആണ്. ഓസ്ട്രേലിയൻ ഫുഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. കുക്കിമാന്റെ ബില്ലാണ്. പുതുവിന് കുക്കീസ് മേടിച്ചതിന്റെ ബില്ലാണ് കേട്ടോ. ഇത് ലുലുവിന്റെ ബില്ലാണ്. ഒരുപാട് അല്ല, ഇത് ബേക്കേഴ്സ് ആർട്സിന്റെ ബില്ലാണ്. എന്റെ ബർത്ത്ഡേക്ക് പോയ ട്രീറ്റ്സ് കൊടുത്തതിന്റെ ബില്ലാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. പിന്നെ മാസ്ക് കിടപ്പുണ്ട്, അത്യാവശ്യത്തിന് ഇടാനാണ്. പക്ഷെ ഇതൊക്കെ എന്താണെന്നറിയാം, ഇതൊക്കെ പുടുവിന്റെ ജോലിയാണ്. പുടു ഇപ്പൊ ആവശ്യമില്ലാതെ എന്റെ ബാഗിന്റെ അകത്ത് ഓരോ സാധനങ്ങളായിട്ട് എടുത്തിടും കേട്ടോ. അതിന്റെ ഒക്കെയാണ്. പിന്നെ ഇത് എന്റെ ഒരു ഷെയ്ഡ്സ് ആണ്. ഇത് ഒരെണ്ണം. ഞാൻ 3 ഷെയ്ഡ്സ് എന്റെ ഇതിൻ്റെ അകത്ത് വെക്കാറുണ്ട്. ഇത് ഒരു ഷെയ്ഡാണ്. ഓക്കെ, ഇതൊന്ന്. പിന്നെ ഇത് വേറൊന്നെന്ന് പറയുന്നത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച എന്റെ ബർത്ത്ഡേക്ക് മേടിച്ച ഒരു ഷെയ്ഡ്സ് ആണ്. ഇതാണ് ഞാനിപ്പോ ഈയിടെയായിട്ട് സ്ഥിരം വെക്കുന്ന ഒരു ഷെയ്ഡ്സ് ആണ്. കണ്ടോ, നല്ലതല്ലേ? ഇതൊന്നുണ്ട്. പിന്നീട് 3 ഞാൻ എപ്പോഴും വെച്ചേക്കും കേട്ടോ. കാരണം ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ആർക്കെങ്കിലും അതായത് എന്റെ കൂടെ ഉള്ള ആർക്കെങ്കിലും ഷെയ്ഡ്സ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഷെയ്ഡ്സ് എടുത്തോളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈയിടയ്ക്ക് നമ്മൾ എവിടെ പോയപ്പോ സന്ധ്യ ചേച്ചി ഷെയ്ഡ്സ് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ എന്റെ കൊടുത്തു. അപ്പൊ നമ്മുടെ ഒരു സ്പെയർ ഇരിക്കുന്ന എപ്പോഴും നല്ലല്ലേ. ഇത് റീബാൻഡ് അവരുടെ ഒരു എന്താ പറയാ ഒരു മാസ്റ്റർ പീസ് ഡിസൈനിൽ വരുന്ന ഒരു വേഫർ ഷെയ്ഡാണ്. അതൊന്നുണ്ട്. പിന്നെ ടിഷ്യൂ ഉണ്ട്. പിന്നെ അതെ വൈപ്സ്. ഇത് ഏകദേശം
എല്ലാം ഉണങ്ങിപ്പോയി. ഇത് മദർ സ്പർശിന്റെ ഒരു വാട്ടർ വൈപ്സ് ആണ്. ഇത് ഞാൻ എപ്പോഴും ഈയിടെയായിട്ട് ഈയിടെയല്ല, കുഞ്ഞായതിനു ശേഷം എന്റെ ഹാൻഡ് ബാഗിൽ ഒരു കുഞ്ഞ് വൈപ്സ് ഞാൻ ഇട്ടേക്കും എപ്പോഴും. പുഴുവിന്റെ ഇൻ കേസ് പുഴുവിന്റെ ഇത് കളഞ്ഞു പോയാലും വൈപ്സ് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാരണം ഞാൻ ഒരു ഇതുപോലത്തെ കുഞ്ഞ് പാക്കറ്റ് കിട്ടും മേടിക്കാൻ. അപ്പൊ ഇത് ഞാൻ എപ്പോഴും, ഇതൊരു 60 രൂപയുടെ പാക്കാണ് കേട്ടോ. 4 വൈപ്സ് ആണ് വരുന്നത്. അല്ല സോറി, 60 രൂപയുടെ പാക്കാണ്. 15 വൈപ്സ് ആണ് വരുന്നത്. 15 വൈപ്സ് ഇല്ലാത്തുണ്ട്. അത് ഏകദേശം തീർന്നു. പിന്നെ എന്റെ ഒരു ക്ലോക്ക് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. മുടി എപ്പോഴും എനിക്ക് ആവശ്യം വരുന്നതാണ്. ഇത് അടുത്ത ക്ലോക്ക് ക്ലിപ്പ്. പിന്നെ ഇത് കീസ്. ഇതെന്റെ കംപ്ലീറ്റ് ബൊട്ടീക്കിന്റെയും വീട്ടിന്റെയും എല്ലാം പല പല ആവശ്യങ്ങൾക്കുള്ള കീസ് എന്റെ ബാഗിനകത്ത് കിടക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കീ ചെയിനിൽ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് എന്റെ കീ, കംപ്ലീറ്റ് എനിക്ക് ആവശ്യം വരുന്ന എല്ലാ കീസ് ഇതിനകത്തുണ്ട്. പിന്നെ കാറിന്റെ കീ. ഞാൻ ഡ്രൈവ് ചെയ്തല്ല വരുന്നത്, പക്ഷെ ഷോപ്പിൽ വരുമ്പോ വീട് പൂട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആള് കാണും, എന്നാലും എന്റെ കയ്യിലൊരു കീ ഉണ്ടാവും. അപ്പൊ പൂട്ടിയിട്ട് വരുന്നതിന്റെ ഒരു കീ ആണ്. പിന്നെ എന്റെ കുറെ കാർഡ്സും പരിപാടികളും ഒക്കെ ഉണ്ട്. എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എന്റെ പാൻ കാർഡ് ഉണ്ട്, പിന്നെ ലുലു ഫൺചൂറയുടെ കാർഡുണ്ട്. അത് മസ്റ്റ് ആണ്. ലുലു ഫൺചൂറ ആൻഡ് പ്ലയാസയുടെ കാർഡ് എപ്പോഴും എന്റെ കയ്യിൽ കാണും. പിന്നെ എന്റെ ATM കാർഡ്സും കാര്യങ്ങളും. ഓക്കെ, ആധാർ ഉണ്ട്. പിന്നെ ഇത് വേറൊരു ബിസിനസ് കാർഡാണ്. എന്റെ ATM കാർഡ്സ്, പിന്നെ ഷോപ്പിന്റെ ATM കാർഡ്, അതെല്ലാം എന്റെ അടുത്ത് ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പതിവില്ലാതെ കുറച്ച് ക്യാഷ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പം കുറച്ച് ക്യാഷ് കയ്യിൽ ഇരിപ്പുണ്ട്. കാരണം ഇത് ഞാന് ഒരു ആവശ്യത്തിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തപ്പോ, ഇത് എന്തിന്റെയോ ബില്ലാണ് കേട്ടോ, ഇതിന്റെയോ ബില്ലാണ്. ഇത് ആവശ്യത്തിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തപ്പോ വലിയച്ഛൻ എനിക്ക് തന്ന ക്യാഷാണ്. വല്യമ്മയുടെ ഈ മരണസമയത്ത് കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിന് എന്തോ ഒരു സാധനം ഗൂഗിൾ പേ ചെയ്തെടുത്തപ്പോ വലിയച്ഛൻ എനിക്ക് തന്ന ക്യാഷാണ് കേട്ടോ. ക്യാഷ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇതൊരു പെർഫ്യൂം. ഇത് ഗുച്ചി ഗിൽറ്റിയുടെ പെർഫ്യൂമാണ്. ഇതൊരു പെർഫ്യൂം, പോക്കറ്റ് പെർഫ്യൂമാണ്. ഇത് ഉണ്ട്. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് ലിപ് ബാം ആണ്. ഇപ്പോ ഇത് ബോബി ബ്രൗണിന്റെ ലിപ് ബാം ആണ് കേട്ടോ. ഇത് ഞാൻ ഈയിടെ ആയിട്ട് മേടിച്ചാണ്. ഇതിന്റെ പേര് ക്രഷ്ഡ് ലിപ് കളർ ക്രാൻബെറി ഷെയ്ഡിൽ വരുന്ന ഒരു ക്രഷ്ഡ് ലിപ് കളർ ആണ്. അതിനോടൊപ്പം ഇത് ഈ ഒരു ലോക്ക് കിസ് എന്ന് പറയുന്ന മാക്കിന്റെ ഒരു ഷെയ്ഡാണ്. ഇതും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഷെയ്ഡിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. മെറ്റിക്കുലസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. പിന്നെ ലോറിയാലിന്റെ ഒരു ലിപ്സ്റ്റെയിനും എന്റെ കയ്യിലുണ്ട്. ഇത് മേജർ ക്രഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. മേജർ ക്രഷ്. ഇത് അവരൊരു ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് പിന്നെ എന്റെ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, മുടി അഴിച്ചിട്ട ഫോട്ടോ, മുടി അഴിക്കാത്ത ഫോട്ടോ, പിന്നെ പുഴുവിന്റെ ഫോട്ടോ, അതെല്ലാം എനിക്ക് നവാബാസിന്റെ ഒരു ഫോട്ടോ ഇതാണ്. പിന്നെ ഇതേ വേറൊരു ലിപ്സ്റ്റിക്സ് ആണ് എന്റെ കൂടുതൽ ഇരിക്കുന്നത്. ഇത് എന്താ പറയാ, പെർസ്വേസീവ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് എസ്റ്റേ ലോഡറിന്റെ ആണ് പെർസ്വേസീവ്. ഇതുമുണ്ട്. പിന്നെ ഇത് എയർപോർട്സ് അല്ല, ഇത് സാംസങ്ങിന്റെ ഇയർഫോൺസ് ആണ്, ഹെഡ്ഫോൺസ്, എയർപോർട്സ് അല്ല. ഇത് ഉണ്ട്. ഞാൻ സാംസങ് ആണ് യൂസ് ചെയ്യുന്നത് ഫോൺ എപ്പോഴും, അത് കാരണം കിടക്കുന്നതാണ്. പിന്നെ വീണ്ടും ക്ലോക്ക് ക്ലിപ്പ്. ഇത്ര മാത്രമാണ്. വലിയ ആഡംബരം ഒന്നും ഇല്ലാത്ത ഒരു വാട്സ്ആപ്പ് ബാഗായിരുന്നു ഇത്. കാരണം ഒരുപാട് സാധാരണ നമ്മൾ ഒരു എന്താ പറയാ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം നമ്മൾ സാധാരണ രീതിക്ക് കൊണ്ടു നടക്കും. പക്ഷെ എനിക്കിപ്പോ അതൊന്നും കൊണ്ടു നടക്കാനുള്ള ടൈം ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് റെഡി ആവുന്നു, പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ റെഡി ആവാനും ഇടയ്ക്ക് വെച്ചിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഞാൻ എടുത്ത് വെച്ചേക്കും. കാരണം ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ്. അപ്പൊ അത് ഞാൻ എല്ലാ സമയത്തും ലിപ്സ്റ്റിക് മസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടു നടക്കും. പിന്നെ പെർഫ്യൂം കൊണ്ടു നടക്കും. അതല്ലാതെ വേറെ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കൊണ്ടു നടക്കാറില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനെ ഒരു സമയമായിട്ട് അങ്ങനെ കിട്ടാറില്ല. പോയി ടച്ചപ്പ് ചെയ്യാനും അങ്ങനെയൊന്നും സമയം കിട്ടാറില്ല.
അപ്പോൾ നേരത്തെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഒരു കോമ്പാക്ട് പൗഡർ ഒക്കെ എടുത്തിട്ടേക്കുമായിരുന്നു, ഒരു സൺസ്ക്രീൻ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ എന്റെ പഴയ ബാഗിൽ ആണെന്നുണ്ടെങ്കിൽ പഴയ ബാഗിൽ കാണും. ഇത് ഞാൻ ഈയിടെ ആയിട്ട് റീസെന്റ് ഇപ്പൊ ഒരു 8 മാസമായി കാണും ഈ ഒരു ബാഗ് ഞാൻ മേടിച്ചിട്ട്. അപ്പൊ 8 മാസമായിട്ടും ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. ഈ ഒരു ബ്രാൻഡും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ബ്രാജിയോടെ ഫസ്റ്റ് ടൈമാണ് ഒരു ബാഗ് പർച്ചേസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, പക്ഷെ എന്നാലും ഞാൻ പറയുവാണ്, അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ എനിക്കത് മേടിച്ച് നോക്കണം എന്ന്, എനിക്ക് ഒരു ഓഫീസ് ബാഗ് ആയിട്ട് മേടിച്ച് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ടോട്ട് ബാഗ് മേടിക്കണം എന്നായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ, ഈ ഒരു ഹോബോ ബാഗാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ അതിൽ വളരെ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ബാഗിൽ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഈ ഇപ്പൊ ഷോപ്പിൽ വരുന്നതിന്റെ ആവശ്യങ്ങളും അങ്ങനെ നോക്കിയിട്ട് മാത്രമാണ് ഞാൻ സാധനങ്ങൾ ഇപ്പൊ കൂടുതൽ ബാഗിൽ സൂക്ഷിക്കുക. ഇപ്പോ ഈ ബിൽസും കാര്യങ്ങളും സാധാരണ രീതിയിൽ ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഡീക്ലട്ടർ ചെയ്യാറുണ്ട്. പക്ഷെ ഈയിടെയായിട്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. നമ്മുടെ ബാഗ് എപ്പോഴും നമ്മൾ സ്ഥിരം ഡീക്ലട്ടർ ചെയ്യണം എന്നാണ്. ഇതിന്റെ മുമ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അധികം സമയം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഡീക്ലട്ടറും പരിപാടിയും ഒന്നും നടന്നില്ല. അപ്പൊ അങ്ങനെ ഇതൊരു കുഞ്ഞു വാട്സ് ഇൻ മൈ ബാഗ് ആയിരുന്നു. ഇനിയിപ്പോ കാര്യമായിട്ട് നമ്മൾ വാട്സ് ഇൻ മൈ ബാഗ് വേണമെങ്കിൽ വേറൊരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു വാട്സ് ഇൻ മൈ ബാഗ് ഒരു കുഞ്ഞ് എന്തൊക്കെ ക്ലട്ടർ ഉണ്ടെന്നാണ് ഞാൻ ഇപ്പൊ ആക്ച്വലി പറഞ്ഞ കാണിച്ചത് കേട്ടോ. അപ്പൊ ഏതായാലും സന്തോഷം, നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.